വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെന്ന്. ആക്ച്വലി ഞാനിപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആക്ച്വലി ഇന്ന് ഞങ്ങള് ഒരു 4-5 പേര് ഇവിടെ ചുമ്മാതെ വീട്ടില് കൂടാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് ഇവിടെ കൂടാം, അവർക്ക് കേക്ക് കട്ടിങ്ങിലൊന്നും താല്പര്യമില്ല. അപ്പൊ സോ നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടി ഒരു ടീ പാർട്ടി പോലെ എല്ലാവർക്കും സംസാരിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. ആലീസ് ഓൾറെഡി നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉള്ളൂ. അപ്പൊ എനിക്കും കമ്പനി ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് വന്നു കഴിഞ്ഞപ്പം എല്ലാരും ഡ്രസ്സൊക്കെ നല്ലതിട്ട് വന്നു. ഞാൻ മാത്രം നൈറ്റ് ഡ്രസ്സിലൂടെ ഇരിക്കുവാണ്. പെട്ടെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് റെഡി ആകാൻ സാരി ഉടുക്കുന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനു സാരി? അപ്പൊ എനിക്ക് എപ്പോഴേ മനസ്സിലായി എന്തോ പ്ലാനിങ് ഉണ്ട്. അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, വലുതായിട്ട് ചെറിയതാ, നീ റെഡിയാക്കി പ്ലാനിങ് പറഞ്ഞാൽ റെഡിയാകാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി തന്നെ വന്ന് എന്നെ ഇപ്പൊ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്, വലിയ മാലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ 7-ാം മാസം ഇവര് വരുമല്ലോ, ഇങ്ങനെ വളയിടും. ഇതിപ്പോ അവര് 7 ഐറ്റംസ് ഒക്കെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വളയൊക്കെ ഇട്ട് തരണമെന്ന് അവർക്കൊരാഗ്രഹം. പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് ഇവർക്കറിയാം. അപ്പൊ അവരെല്ലാരും വന്നു അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിനാണ് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഇപ്പൊ ഷിനജസ്നോ വീട്ടിലൊന്നും അറിയില്ല ഇങ്ങനെ നടക്കുന്നത്, ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്ലാനിങ് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അവര് പറഞ്ഞത് ചെറിയൊരു പാർട്ടി പോലെയുള്ളതാണ്. നമുക്ക് എനിവേ പോയി നോക്കാം. ഇപ്പൊ നമുക്ക് പഴയ ബ്ലൗസ് ഒന്നും കറക്റ്റ് ആകാത്തോണ്ട് കിട്ടിയ ഒരു പാകമാകുന്ന സാരിയും ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ മാല ഇച്ചിരി ഓവറാണെന്ന് എനിക്കറിയാം, പക്ഷെ ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. അപ്പൊ എനിവേ ഞാനിപ്പോൾ സ്റ്റിൽ അകത്ത് വെയിറ്റിംഗ് ആണ്. അവർ പറഞ്ഞു വിളിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതിയെന്ന്. പുറത്ത് ടേബിളൊക്കെ എടുത്തോണ്ട് എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്ത എല്ലാം നിറഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ട് വേണ്ടി വരും. ഇവിടെ മഴ പെയ്തും മാറിയൊക്കെ നിൽക്കുവാണ്. എനിവേ ഐ എം എക്സൈറ്റഡ്. നമുക്ക് ഒരുമിച്ച് കാണാം എന്താണ് അടുത്ത പരിപാടി എന്ന്. അവർ വാങ്ങിച്ചിട്ട് വന്ന വളയൊക്കെ എന്റെ കൈ കയറുമോന്ന് അറിയില്ല, ബിക്കോസ് എന്റെ കുഞ്ഞു കൈയാണല്ലോ. നോക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഈ സമയത്ത് എന്റെ കെട്ടിയവനെ വിളിച്ചൊന്ന് കാണിക്കാം ഒരുങ്ങി നിൽക്കുന്നത്, ഇവിടെ പ്രോഗ്രാം ആണെന്നൊക്കെ. പക്ഷെ എന്റെ കല്യാണമാ, എനിക്കൊരു പ്രത്യേക നിമിഷത്തിൽ ചെയ്യേണ്ടി വന്നു. താങ്ക് യു. എനിക്കറിയാം ചിന്നച്ചൻ എന്നെ മിസ് ചെയ്യും, പക്ഷെ ഞാൻ മിസ് ചെയ്തില്ല. വരണ്ട, അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് തന്നാൽ മതി. ആക്ച്വലി ബോംബെയിൽ ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പം ട്രെയിൻ പിടിക്കാനുള്ള തിരക്കിലാണ്. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ മനസ്സിലായി കാണും എന്തെങ്കിലും ഇങ്ങനെ ആഘോഷിക്കുമെന്ന്. അപ്പൊ സോ ഇനിയിപ്പോ വിളിക്കണ്ട, തിരിച്ചു വിളിക്കും. ഇനിയിപ്പോ ഇത് അറിയാതെ സമാധാനം കാണില്ല. കുഞ്ഞെ വീടല്ലേ. അപ്പൊ അതിനെ ഇവരിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തു പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇവിടെ ടേബിളൊക്കെ സെറ്റ്. ചേച്ചി എത്ര മാസമാ? അപ്പൊ ഇവിടെ 7 കൂട്ട സാധനങ്ങളുണ്ട്. മഞ്ഞളിന് പകരം മുൾട്ടാണി മിഠായാണ് ഇവര് കലക്കിയേക്കുന്നത്. കേക്ക് എന്തുവാ മോനെ, എന്തുവാ പറഞ്ഞേ? അതെ, നമ്മൾ 2 ഗർഭിണികളാ. നീ കഴിച്ചോ? അപ്പൊ ഇവിടെ പല പല സ്വീറ്റ്സ് ഉണ്ട്. കുഞ്ഞു വള കൊണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, മേളിൽ കൂടെ കാക്ക പോകുന്നുണ്ട്. നോ ഒന്നും ഇല്ല. അയ്യടാ, എനിക്കാ എന്റെയാ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നു. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ ഇവര് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രോഗ്രാം അല്ല, എന്തോ എന്താ ചേച്ചി പറയണ്ടേ? അയ്യോ സോറി. ബേബിയെ സന്തോഷിപ്പിക്കാൻ, ബേബിയുടെ മമ്മിയെ സന്തോഷിപ്പിക്കാനായിട്ട്. അപ്പൊ ഇവര് പറഞ്ഞത് വെച്ചിട്ട് എന്റെ മുഖത്ത് എന്തൊക്കെയോ തേക്കും, വളയിടും, എനിക്ക് കഴിക്കാൻ തരും, പിന്നെ അവരും കഴിക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഓരോരുത്തരായിട്ട് വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ഓരോരുത്തരായിട്ട് വാ. എങ്ങനെ ചേച്ചി? നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ട് നമുക്ക് അറിയത്തില്ല. സെക്കൻഡിന് ഇവര് വരുമ്പോഴത്തേക്ക് ഞാൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. ഇവര് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കും. അപ്പൊ ഞാൻ നല്ലതായിട്ട് നിൽക്കും. ഓക്കെ, പ്രായത്തിൽ മൂത്തത് ചേച്ചി അത് തേക്ക്. ചേച്ചി ആദ്യം മഞ്ഞൾ തേച്ചിട്ട് അത് കേറത്തില്ല. അതെ
എല്ലാം കഴിച്ചു, വളയൊക്കെ ഇട്ടു. ഒരു കയ്യിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട്, അതിനു മുമ്പ് നമ്മൾ അകത്തോട്ട് പോവാണ്. വളക്കിലക്കം കേട്ട് കുഞ്ഞാവ് അനങ്ങിയോ? കുഞ്ഞ് ഒരു തവണ അനങ്ങിയുള്ളൂ, അത് കഴിഞ്ഞ് അവൾ പേടിച്ചു പോയെന്ന് തോന്നുന്നു. അതെ, അവൾക്ക് ഇങ്ങനെ നോൺ വെജ് ഇഷ്ടമേ, വേറൊന്നും കിട്ടാത്തോണ്ട്, നോൺ വെജ് കിട്ടാത്തോണ്ട് കുട്ടി അത്രയ്ക്ക് അനങ്ങിയിട്ടില്ല. നമുക്ക് നോക്കാം അകത്ത് പോയിരുന്നിട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ മുഖത്ത് മുൾട്ടാണി മിറ്റിയാണ് തേച്ച് തന്നേക്കുന്നത്. നന്നായിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് മസാജ് ചെയ്തിട്ട് ഒരു ഫേഷ്യൽ ആക്കാം, ഒരു ഫേസ് പാക്ക് ഇടാം മുഖത്ത്. അപ്പം എന്തോ മുത്തേ വരുവാടാ, ഓർത്ത് കുഞ്ഞിന് വിഷമോ. മെന്നാണ്ടീന്ന് വിളിച്ചെന്നെ. ആ അതെ, ഇത് വീഡിയോ. അപ്പൊ നമ്മള് സ്വീറ്റ്സ് എല്ലാം കഴിച്ചിട്ട് ഇനി അടുത്തത് കഴിക്കാൻ പോകുന്നത് പപ്സ് ആണ്. ഹോം മെയ്ഡ് പപ്സ്. ആരാണിത് ഉണ്ടാക്കിയേ? ഷാലു. ബർത്ത്ഡേ ഗേൾ തന്നെ പപ്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു, ഞങ്ങൾക്കെല്ലാം തരുന്നു. ഷാലു ഒരു പപ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അല്ലെങ്കിലും ഇത് നല്ലതാ. ഓ, എവിടെ പോവാ കേല? സേനക്കുട്ടി കഴിക്ക്. നമ്മള് ആലിസ് ഇല്ലെങ്കിലും ആലിസിന്റെ ഓർമ്മയ്ക്കായിട്ട് ആലിസിന്റെ റൂമിൽ വെച്ചാണ് കഴിക്കുന്നത്. ഇതെല്ലാം വീഡിയോയിലൂടെ അവള് കാണുമ്പോ അവിടെ ഇരുന്നിട്ട് ഓ എന്റെ റൂം എന്ന് പറയും. അപ്പം ഇന്നൊരു ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും തിരിച്ചു പോകും. എനിക്ക് നാളെ ഡ്യൂട്ടിയാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് സംസാരിച്ചിരുന്നിട്ട് പറയാം. അങ്ങനെ നമ്മുടെ വളകാപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അതിൻ്റെ എടുത്തിട്ടില്ല, ബിക്കോസ് എല്ലാവരും വീഡിയോയിൽ ഒരുപോലെ വരാൻ താല്പര്യമുള്ളവരല്ല. ഇന്നത്തെ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും എനിക്ക് സർപ്രൈസസ് തരുന്നതും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഈ ജെൻഡർ റിവീൽ ആണെങ്കിൽ എനിക്കറിയാമായിരുന്നു അത് നടക്കുമെന്നുള്ളത്. അതിൽ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് നടത്തിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയി. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചേ ഇല്ല ഇന്നിങ്ങനൊരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് ഇത്രയും അവർ ഓർത്ത് വെച്ച് എനിക്കത് ചെയ്തു തരണം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമല്ലേ, അപ്പം നിനക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാകരുത്, അതിനുവേണ്ടിയാണ് ചെയ്തു തരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ വെറും ഡയലോഗായി പോകുമോ എന്നെനിക്കൊരു ഇതുണ്ട്. പക്ഷേ എനിക്കറിയില്ല, എനിക്കത് ഒത്തിരി സന്തോഷമായി. ഇപ്പോൾ എല്ലാവരും പോയി വീട്ടിലോട്ടൊക്കെ. അപ്പം ഞാനിപ്പോൾ തന്നെ ആയതുകൊണ്ട് ആരെങ്കിലും നൈറ്റ് തിരിച്ച് വരും എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ട്. എനിവേ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ ഒത്തിരി താങ്ക്ഫുള്ളാണ് ദൈവത്തോട് ഇത്ര നല്ല ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് തന്നതിന്. ഇപ്പോൾ ആലീസ് പോയ അന്ന് മുതലാണെങ്കിലും എല്ലാവരും മാറി മാറി പറ്റുന്ന പോലെ എൻ്റെ കൂടെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരും ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ ഒക്കെ ഇവിടെ വന്ന് നിന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്കും തിരിച്ചങ്ങനെ ചെയ്യാനൊരു സിറ്റുവേഷൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴും അമ്മ വളയൊക്കെ ഉണ്ടല്ലോ മോനെ, കാരണം അവരൊന്നും ഇങ്ങനത്തെ വളകാപ്പ് അങ്ങനത്തെ ഒരു സെറിമണി ഒന്നും നമുക്കില്ല, ഞങ്ങളുടെ സൈഡിലോട്ടില്ല. പക്ഷെ അവർക്കും ഒത്തിരി ഹാപ്പി ആയത് കണ്ടപ്പോൾ. നല്ല ഫ്രണ്ട്സ് ആണല്ലോ, നിന്നെ കരുതുന്നവരാണല്ലോ കൂടെ എന്നുള്ളത്. ആക്ച്വലി ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷെ കുഞ്ഞുവാവ വളയുടെ കിലുക്കൊക്കെ കേട്ടിട്ട് കിടന്ന് സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് കിലുക്കി നോക്കാൻ ആള് സന്തോഷിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇപ്പം കേക്കും ഒക്കെ ചെയ്യാമല്ലോ കുഞ്ഞുങ്ങൾക്ക് സൗണ്ടൊക്കെ. അപ്പം നോക്കാം എത്രത്തോളം കുട്ടി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ഡേ ആയിരുന്നു. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അത്ര സന്തോഷത്തോടെ നമുക്ക് ചെയ്തു തന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നെ ഫുൾ സാരി ഉടുപ്പിച്ചതും എല്ലാം അവർ തന്നെയാണ്. പെട്ടെന്ന് വരുന്നു, സാരി ഉടുക്കാൻ പറയുന്നു, ഉടുപ്പിക്കുന്നു, എല്ലാം ചെയ്തു തന്നു. ഓക്കെ, എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയേണ്ടിയെന്ന്. എനിവേ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. മേ ബി ഞാനിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര ഹാപ്പിനെസ് ഈ ഒരു ദിവസത്തെ കിട്ടിയതുപോലെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അവരൊന്നും ചെയ്തു തരത്തില്ലെന്നല്ല, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തു തരുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. അവർക്കിപ്പോൾ ഇത്രയും ചിലവാക്കി അല്ലെ അവരുടെ ടൈം മെനക്കെട്ടൊന്നും ചെയ്തു തരേണ്ട കാര്യമില്ല. പക്ഷെ അവരത് ചെയ്തു തരുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഒത്തിരി ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിപ്പോയി.
അപ്പോൾ ഇതെൻ്റെ മെമ്മറിയിൽ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡാണ്. ഇപ്പം പണ്ടത്തെ പോലെ എനർജി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വേറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.